150 രൂപ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരാൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. 100% ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സിനിമ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ മോശമായി സംസാരിക്കുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തയ്യാറാവണം. ഒരു പ്രൊഡ്യൂസറെങ്കിലും ധൈര്യം കാണിച്ച് കോടതിയിലേക്ക് റിവ്യൂവേഴ്സിനെതിരെ ഒരു കേസ് പോയാൽ അന്ന് തീരും ഇവരുടെ പരിപാടി. അത്രേ ഉള്ളൂ കാര്യം. സിനിമയും ഒരു ബിസിനസ്സാണ്, ബിസിനസ് മാത്രമാണ്. അതിനേക്കാൾ അപ്പുറം എന്താണ് സിനിമ? ഒരാൾ കാശ് മുടക്കി സിനിമ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് ആളുകളിലേക്ക് വിൽക്കുന്നു, ആൾക്കാർ അത് കാശ് കൊടുത്ത് കാണുന്നു. എന്റർടൈൻമെന്റ്. കാശ് കൊടുത്ത് വാങ്ങിയ സാധനത്തിന്, കണ്ട സാധനത്തിന് ആൾക്കാർ അഭിപ്രായം പറയും. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവന്മാരൊക്കെ പറയും പ്രേക്ഷകരാണ്, നിങ്ങളാണ്, നിങ്ങളുടെ അഭിപ്രായമാണെന്നൊക്കെ പറയും. ഈ റിവ്യൂ എന്നുള്ളത് സിനിമയ്ക്ക് മാത്രമല്ല, എല്ലാ പ്രൊഡക്റ്റിനും. നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അവിടെ റിവ്യൂ എടുക്കും. ചില ആൾക്കാർ നല്ലതെന്ന് പറയും, ചില ആൾക്കാർ മോശം എന്ന് പറയും. എന്ന് വെച്ച് ഈ പ്രൊഡക്റ്റിന്റെ മുതലാളി എന്റെ ഈ പ്രൊഡക്റ്റിന് ഒരാൾ മോശമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോകാൻ പറ്റും? അങ്ങനെയാണ് ഇയാൾ പറയുന്നത്. കോടതിയിൽ പോയിട്ട് ഈ റിവ്യൂ പറയുന്നവർക്ക് നിർത്തലാക്കണം. അപ്പൊ ഈ റിവ്യൂ പറയുന്നവരെ നിർത്തലാക്കാൻ സിനിമാക്കാർ വിചാരിച്ചാൽ അതൊന്നും നടക്കൂല. അതേപോലെ ഈ മാധ്യമങ്ങൾ യൂട്യൂബേഴ്സിനെ വിമർശിക്കുന്നത്, മാധ്യമങ്ങൾ ചില സിനിമകൾക്ക് പണം വാങ്ങിയിട്ട് പോസിറ്റീവ് റിവ്യൂ, അനുകൂല റിവ്യൂ കൊടുക്കാറുണ്ട് പരസ്യം പോലെ. അങ്ങനെ ചെയ്യുന്ന ഇവർക്ക് ഈ യൂട്യൂബേഴ്സിന്റെ റിവ്യൂ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ മാധ്യമങ്ങളും തെറ്റായ വാർത്ത കൊടുക്കാറില്ല. ഇനി ഈ ഉണ്ണിമുഖത്തിന്റെ വിഷയത്തിലേക്ക് വന്നാൽ, സീക്രട്ട് ഏജന്റ് ഇല്ലാത്ത വിഷയം പറഞ്ഞിട്ടില്ല. ആദ്യം സിനിമയെ കുറിച്ച് റിവ്യൂ പറഞ്ഞു, പിന്നെ പറഞ്ഞത് പ്രൊമോഷനെ കുറിച്ചാണ്. അതുള്ള കാര്യം തന്നെയാണ്, സ്വാഭാവികം. പിന്നെ പറഞ്ഞത് ഈ സിനിമയുടെ മറ്റൊരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. അതും ഈ പറഞ്ഞതുപോലെ ചർച്ചാ വിഷയമായ കാര്യമാണ്. അതിൽ ഈ ഉണ്ണിമുഖന്തൻ ചൂടാവാനുള്ള കാരണം, ഈ തെറി വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വീട്ടുകാരെ പറഞ്ഞു, അച്ഛനമ്മയെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് ഉണ്ണിമുഖന്തൻ അങ്ങനെ വളർത്തിയതായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പൊ വളർത്തിയത് അച്ഛനമ്മയാണ്, അതുകൊണ്ട് അച്ഛനമ്മേനെ പറഞ്ഞു എന്നാണ് ഉണ്ണിമുഖന്തൻ പറയുന്നത്. അതിപ്പോൾ ഒരു സംസാരത്തെ ആളുകൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചത് ഈ ഉണ്ണിമുഖന്തനെതിരായി പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല എന്ന് പറയാൻ പറ്റും. അതായത് ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സിനിമ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നു, അദ്ദേഹത്തെ കാണാൻ പോകുന്നു, നല്ലത് പറയുന്നു. ഉണ്ണിമുഖന്തൻ തിരിച്ചും ഇവരെ കുറിച്ച് നല്ലത് പറയുന്നു. അങ്ങനെ ആ ഒരു ബന്ധവും നിലപാടും നമുക്ക് വ്യക്തമാക്കി തന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി ഉണ്ണിമുഖന്തൻ എന്ത് പറഞ്ഞാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി സിനിമയിലേക്ക് വന്നാൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞതുപോലെ തന്നെ ഉണ്ണിമുഖന്തൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇതാണ് എന്റെ ബെസ്റ്റ് ക്യാരക്ടർ. എല്ലാ മണ്ഡലകാലത്തും ആൾക്കാർ എന്നെ ഓർക്കണം, എല്ലാ മണ്ഡലകാലത്ത് ഈ സിനിമ കാണണം, എന്നെ ആൾക്കാർ അയ്യപ്പനായി കാണണം. എങ്ങനെയാണ് ഇത്രയൊക്കെ ആൾക്കാർ ആരാധിക്കുന്ന ഒരു ദൈവത്തെ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നത്, ഒരു വ്യക്തിയിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നത്? ഇത് ഈ വിശ്വാസികൾ ഉണ്ണിമുഖന്തനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം സിനിമ ഒരു ബിസിനസ് മാത്രമാണ്, അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ ഈ ഉണ്ണിമുഖന്തൻ എന്നെ അങ്ങനെ കാണണം എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്നുള്ളത് വെറും ഒരു ബിസിനസ് മാത്രമാണ്. ഈ പ്രൊഡ്യൂസർ കാശ് മുടക്കി ചെയ്യുന്ന ഈ ബിസിനസ്സിനെ ഇവർ ഈ പറയുന്നത് പോലെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് വ്യക്തമായതാണ്. കാരണം ഇവർ ഈ വിശ്വാസമൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ട്രോളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഉണ്ണിമുഖന്തന് കുഴിമന്തി കഴിക്കുന്ന ട്രോളൊക്കെ വന്നതാണ്, അതും വിഷയമായതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ വരും, വിമർശനങ്ങൾ വരും. അത് ഉൾക്കൊള്ളാനാവാതിരിക്കുമ്പോഴാണ് ഇത്തരം തെറിവിളികളിൽ ചെന്നെത്തുന്നത്. ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്നത്, ഈ ഫോണിൽ തെറി വിളിക്കുന്നത്, അത് വേണോ വേണ്ടോ എന്നൊക്കെ അവരവരുടെ തീരുമാനമാണ്. അത് ഈ വിളിക്കുന്നവർക്കും അറിയാലോ താനൊരു യൂട്യൂബറിനാണ് വിളിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കും.